ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മൾ 2023 ജൂൺ മാസത്തിൽ എഴുതിയിട്ടുള്ള പരീക്ഷയായിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഒരു 1-2 മണിക്കൂർ മുമ്പാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കേരള PSC തുളസിയുടെ വെബ്സൈറ്റ് ആ പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അവിടെ റിസൾട്ട് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ. സോ നിങ്ങളുടെ കേരള PSC തുളസിയുടെ ആ ഒരു പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, എക്സാമിനേഷൻ മാർക്ക്, അഡ്വൈസ് മെമ്മോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. യെസ്. സോ നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഷോർട്ട് ലിസ്റ്റ് എന്നുള്ള സെക്ഷനിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. യെസ്. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ. നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 439/2022 കേരള PSC നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB ഇലക്ട്രിക്കൽ. അതിന് പേ സ്കെയിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. OMR ടെസ്റ്റ് നടന്ന എപ്പോഴായിരുന്നു, ജൂൺ 30 അല്ലേ. അതിൻ്റെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്താലോ. യെസ്. സോ അതിൻ്റെ മെയിൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എത്ര പേര് ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അതാണ് നമുക്കിനി അറിയാനുള്ളത്. സോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 383 കേട്ടോ. സോ 383 പേരടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റും ദെൻ 388 പേരടങ്ങുന്ന ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റുമാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കാൻഡിഡേറ്റുകളുടെ ആകെ എണ്ണം 785 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നിലവിൽ 6 NJD മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ എന്തായാലും ഒരു 100ഓളം വേക്കൻസികൾ ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ട്, അത് ഉറപ്പാണ്. ഓക്കെ. സോ ആ വേക്കൻസികൾ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതിന് നമുക്ക് വേറെ സംശയമൊന്നുമില്ല. കാരണം പലരും ചോദിക്കാറുണ്ട്, ഈ 6 വേക്കൻസി മാത്രമാണോ സാർ നിലവിലുള്ളത്, അതിന് റിപ്പോർട്ട് ചെയ്യില്ലേ, ഇനി പുതിയ വേക്കൻസികളൊന്നും വരില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഇത്ര പേര് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു 50-ൽ താഴെയൊക്കെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. സോ അതെന്തായാലും അല്ല, നിങ്ങൾക്കറിയാം ഓൾറെഡി കുറേ അധികം RTI ഫയൽ ചെയ്തതിൽ നിന്ന് എത്രത്തോളം വേക്കൻസികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയുള്ള 3 വർഷത്തേക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം ലഭിക്കുക. ചിലപ്പോൾ ഒന്ന് വൈകിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്കുള്ള ജോലി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ അതിന് കട്ട് ഓഫ് എത്രയാണെന്ന് ചെക്ക് ചെയ്താലോ. യെസ്. സോ മെയിൻ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 51.33 ആണ്. 51.33 ആണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ഈ 51.33 ക്ലിയർ ചെയ്ത ആൾക്കാർ മൊത്തം എന്തിലുണ്ടാവും, നമ്മുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാവും. ദെൻ അതിൻ്റെ താഴെ മാർക്ക് കിട്ടിയ ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ടാവും കേട്ടോ. യെസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതോടുകൂടി കഴിഞ്ഞോ, റാങ്ക് ലിസ്റ്റ് വരാനായോ? റാങ്ക് ലിസ്റ്റ് വരാനായില്ല. വി ഹാവ് ആൻ ഇൻ്റർവ്യൂ അല്ലേ. എന്താണിത്, ദി ഫോളോയിങ് ഈസ് ദി ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് ദി രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് who are found provisionally eligible to be called for interview subjected to the verification of original documents for the selection of post of assistant engineer electrical KSEB. നമുക്കിനി ഇൻ്റർവ്യൂ വരാനുണ്ട്. ഓക്കെ. സോ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല പ്രിപ്പറേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. കാരണം ഒരു മാർക്ക് 0.33 മാർക്കിലൊക്കെ നിങ്ങളുടെ റാങ്ക് വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചേക്കാം. അതിന് നമുക്കെന്താ തെളിവെന്താ? യെസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള KSEB സബ് എഞ്ചിനീയറിൻ്റെ ഇൻ്റർവ്യൂ തന്നെ, ആ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ നമുക്കൊരു പ്രൂഫാണ്. ഒരു മാർക്കിന് നിങ്ങളുടെ റാങ്ക് 50ഉം 60ഉം ഒക്കെ മാറിയേക്കാം അല്ലേ. സപ്പോസ് നിങ്ങളുടെ ഒരു മാർക്ക് ഈ കട്ട് ഓഫിന് അടുത്താണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ മാർക്ക് 51.33 ആണല്ലോ ഇപ്പോൾ കട്ട് ഓഫ്. അതിനടുത്താണ് നിങ്ങളുടെ മാർക്കെങ്കിൽ സപ്പോസ് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്കൊരു നല്ല ടോപ്പ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ 51.33 മാർക്ക് വാങ്ങിയ ആളെക്കാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 50ഓ 80ഓ ഒക്കെ റാങ്ക് മുകളിൽ എത്താൻ വേണ്ടി പറ്റും. ഞാനിത് ചുമ്മാ തള്ളുകയല്ല, നിങ്ങൾക്ക് പഴയ റാങ്ക് ലിസ്റ്റുകൾ നോക്കിയാൽ മതി. സോ ഈ പറയുന്ന 51.33 മാർക്കാണ് നിങ്ങൾക്ക് എങ്കിൽ കൂടി നല്ലൊരു പെർഫോമൻസ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്, ഏകദേശം ഒരു 53-54 മാർക്ക് വാങ്ങിയ ആളുടെ അതേ റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. കഴിഞ്ഞ സബ് എഞ്ചിനീയറിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് മാക്സിമം കിട്ടിയ മാർക്ക് എത്രയാണ്? 13 ആണ് അല്ലേ.
മിനിമം കിട്ടിയതോ 9 മാർക്ക്. അവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ 4 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 4 മാർക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ എത്രത്തോളം റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, KCBയുടെ സബ് എഞ്ചിനീയറുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. സോ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, യെസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ വരുന്നതായിരിക്കും ഏത് സമയത്തായിരിക്കും ഇൻ്റർവ്യൂ. ആദ്യം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. ആ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ കേട്ടോ. സോ നിങ്ങൾക്ക് എപ്പോഴാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും. അതിനുശേഷം ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വരും. ഇൻ്റർവ്യൂവും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ലഭിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. സപ്പോസ് ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ വന്നിട്ടുണ്ടാവുക. പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും കുറേ റാങ്ക് ലിസ്റ്റുകൾ വരാനുണ്ട്. ഷോർട്ട് ലിസ്റ്റുകൾ ഇനിയും കുറേ വരാനുണ്ട്. ഇതിൽ താഴെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ KCBയിൽ താഴെയുള്ള ഇഷ്ടംപോലെ പോസ്റ്റുകളല്ലേ. ഇനി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ട്, ഇനി ഓവർസിയർ കുറേയൊക്കെ ഉണ്ട്. ദെൻ നിലവിൽ ഓവർസിയർ ആയിട്ടും ഓവർസിയർ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 2 ഒക്കെ ആയിട്ടുള്ള പലരും എന്താണ് ഈ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, അവർ ഈ ജോബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ താഴെയുള്ള റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് എന്ത് ചെയ്യും, പോസ്റ്റിംഗ് ലഭിക്കും അല്ലേ. അതുപോലെ ഈ ഒരു ലിസ്റ്റ് വരുന്നതോട് കൂടിയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ് എഞ്ചിനീയർ ക്രാക്ക് ചെയ്ത കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, സബ് എഞ്ചിനീയർ ജോലി കിട്ടിയ പലരും എന്താണ് ഈ ഒരു ലിസ്റ്റിലുണ്ടാവും. സോ അവർ നിർബന്ധമായിട്ടും ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് സബ് എഞ്ചിനീയറിൽ ചെറിയ റാങ്കുകൾ അല്ലെങ്കിൽ താഴോട്ടുള്ള റാങ്കുകൾ കിട്ടിയ ആൾക്കാർക്ക് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നമുക്കിനി പുതിയ കണ്ടന്റുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇലക്ട്രിക്കൽ എക്സാം ഇനി വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോച്ചിങ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് ചെറിയൊരു എങ്ങനെ പഠിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, എങ്ങനെ പഠിക്കണമെന്നൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നിരവധി ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റാണ്. ഞാനത് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേജിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം കേട്ടോ. സോ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.